റബ്ബേ. ചെയ്യപ്പെടാൻ കഴിയാത്ത, അതുപോലെ നിസ്കരിക്കാൻ കഴിയാത്ത, മയ്യത്തിൻ്റെ കർമ്മങ്ങളൊന്നും ചെയ്യാൻ ആളുകൾക്ക് അടുക്കാൻ പറ്റാത്ത രോഗങ്ങളും അതുമൂലമുള്ള മരണങ്ങളെ തൊട്ടും നിങ്ങളുടെ മക്കളെ, ഞങ്ങളെ, കുടുംബങ്ങളെ, നിങ്ങളുമായി ബന്ധപ്പെട്ടവരെ എല്ലാവരെയും രക്ഷപ്പെടുത്തണേ റഹ്മാനേ. ഓപ്പറേഷൻ ചെയ്യപ്പെടുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനേ. ഞങ്ങളെ എത്ര സമ്പത്തും നിസ്സാരമായ ഒരു രോഗം വന്നാൽ മതി, എല്ലാം ഒഴിഞ്ഞു പോകുന്ന രോഗങ്ങളുടെ ചികിത്സയുണ്ട് റബ്ബേ ഞങ്ങളുടെ നാട്ടിൽ. അങ്ങനെ ഞങ്ങളെ മുതലുകൾ നശിപ്പിച്ച് കളയുന്ന, മുഴുവനും ഒടുക്കിക്കളയുന്ന മഹാരോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനേ. ചികിത്സയില്ലാത്ത രോഗങ്ങളെ തൊട്ട്, വേദന അനുഭവിക്കപ്പെടേണ്ട രോഗങ്ങളെ തൊട്ട്, എല്ലാം നശിപ്പിച്ച് നിരാശയാകുന്ന ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട്, ട്യൂമർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട്, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ബ്ലോക്ക് പോലെയുള്ള രോഗങ്ങളെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്, ദീർഘകാലം ചെയ്യാവലംബിയായി ആർക്കാർക്കും വേണ്ടാതെ ജനങ്ങളൊക്കെ ഒന്ന് മരിച്ചു കിട്ടിയെങ്കിലെന്ന് ചിന്തിക്കുന്ന മരണങ്ങളെ തൊട്ട് എല്ലാം ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. ഞങ്ങളെ ഇഷ്ടജനങ്ങൾ ഞങ്ങളെ വിളിക്കുന്ന കാലം നീ തരല്ലേ റഹ്മാനേ. പോറ്റി വളർത്തിയ സ്വന്തം മക്കളാൽ തിരസ്കരിക്കപ്പെടുന്ന സാഹചര്യവും നീ തരല്ലേ റഹ്മാനേ. കഷ്ടപ്പെട്ട് ഞങ്ങൾ പോറ്റി വളർത്തിയ മക്കളാണ്. ആ മക്കൾ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നത് കണ്ട് അവരുടെ ഇടയിൽ വെച്ച് സന്തോഷത്തോടുകൂടെ കാമിലായി ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഈ ലോകത്തോട് ഇവിടെ പറയുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ കൊടുക്കണേ അല്ലാഹ്. പ്രായമാകുന്ന സമയത്ത്, ഉന്നരാകുന്ന സമയത്ത് ഞങ്ങൾക്ക് നീ വെള്ളം കുടിക്കാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ദുരിതത്തിലേറുന്നവരോട് ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. രോഗം അവർക്കുണ്ടാകാൻ അവർ ഞങ്ങളോട് പറയൂല, അവർ സഹിക്കുന്നവരാണ്. ഞങ്ങളുടെ വസ്ത്രമലക്കും, ഞങ്ങൾക്ക് ഭക്ഷണം തരും. ഞങ്ങൾക്ക് ചെറിയ അസുഖമുണ്ടാകുമ്പോൾ പോലും വിഹിതമുള്ള ചികിത്സകൾ നൽകി ഞങ്ങളുടെ സ്നേഹത്തോടെ പരിചരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ട്. അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, കൊടുക്കണേ അല്ലാഹ്. അവർ ചെയ്യുന്ന സേവനത്തിനൊക്കെ പകരം സ്വർഗം കൊടുക്കണേ റഹ്മാനേ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തൊന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഭാര്യമാരെ നീ തിരിച്ചു വിളിക്കല്ല റബ്ബേ. ഭാര്യമാരില്ലാതെ വീട്ടിൽ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിനെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ റബ്ബാനേ. ഞങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ സംരക്ഷണം കൊടുക്കണേ റഹ്മാനേ. കഷ്ടപ്പെടാതെ ജീവിക്കാനുള്ള സാഹചര്യവും നീ അവർക്ക് കൊടുക്കണേ റഹ്മാനേ. അവർക്ക് നീ സന്തോഷം നൽകണേ റഹ്മാനേ. ഞങ്ങളില്ലാത്ത പോരായ്മകൾ ഒരിക്കലും ഞങ്ങളുടെ ഭാര്യമാർ നീ കൊടുക്കല്ലേ അല്ലാഹ്. മക്കൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കളോട് സ്നേഹം നൽകണേ റഹ്മാനേ. റാഹത്ത് നൽകണേ അല്ലാഹ്. കഴിഞ്ഞ കാലങ്ങളിലും ഞങ്ങളോടുകൂടെ ഹജ്ജിന് വരുന്ന ആളുകളുണ്ട്. ഒരുപാട് സഹോദരന്മാർ പോലെയുള്ള ആളുകളും കഠിനമായി ഹാജിമാർ ഹാജിമാർക്ക് അവരൊക്കെ കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ പറയാതെ പോയവരുന്നുണ്ട്. 10-20 വർഷമായി കാലങ്ങളായി ബന്ധം പുലർത്തിക്കൊണ്ടിപ്പോൾ ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹാജിമാർ അല്ലാഹുവേ അവർ നാടിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും കൊടുക്കണേ റഹ്മാനേ. കൊടുക്കണേ റഹ്മാനേ. എല്ലാം നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. മരിച്ചുപോയ ഞങ്ങളുടെ ഹാജിമാരുടെ പലരും അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്ക് മക്കത്തെയും കഥ പറഞ്ഞ് ഉല്ലസിക്കാൻ ഹാജിമാരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് നീ ഞങ്ങളെ നീ കൊടുക്കണേ അല്ലാഹ്. പരലോകത്തെ ഹാജിമാർക്ക് വേണ്ടി പ്രത്യേകം പരവതാനിയും പ്രത്യേകം പസറുള്ള നല്ല ഇരിപ്പിടങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഹബീബ് പറഞ്ഞല്ലോ. അല്ലാഹുവേ ആ ഇരിപ്പിടത്തിലിരിക്കാൻ, ഹാജിമാരുടെ സംഘത്തിൽ ചേരാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. നഗ്നമായ കണ്ണുകളെ കൊണ്ട് നഗ്നമായ കഅബ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. അല്ലാഹുവേ നാളെ പരലോകത്തും ഇതുപോലെ ഈ കഅബയെ കണ്ടിട്ട് കഅബയുടെ കില്ല പിടിച്ച് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഅബ ശഫാഅത്ത് ചെയ്യപ്പെടുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനേ. ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞ എല്ലാവർക്കും അല്ലാഹുവേ നീ ഖൈറായത് നൽകണേ അല്ലാഹ്. അവരിൽ പലരും ഹജ്ജിന് വരാൻ വേണ്ടിയിട്ട് ഉമ്മക്ക് വരാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. എല്ലാവരെയും ഇവിടെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ربنا تقبل منا
അല്ലാഹുവേ യാത്രയിൽ ഞങ്ങളെ സഹായിച്ചവരുണ്ട്, സഹകരിച്ചവരുണ്ട്, ഞങ്ങൾക്ക് പണം നൽകിയവരുണ്ട്. അല്ലാഹുവേ ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളുടെ പലരുടെയും സ്വന്തവും വിറ്റുപോകുന്നവരുണ്ട്. ആരൊക്കെ ഞങ്ങളെ യാത്രയിൽ പങ്കാളികളായോ കാരണക്കാരായോ